തൊട്ട് ഞാൻ തന്നെ തിന്നാ. എനിക്ക് എന്താ പറഞ്ഞാൽ എന്താ വർക്ക് ചെയ്യാതിരിക്കോ എന്താ മാറ്റം കൊണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാണായിപ്പോയി. വലിയ ഡ്യൂട്ടി എനിക്ക് രണ്ടുള്ള വാഴിത്തരുന്നതാണ് മുന്നേ രാവിലെ എണീറ്റ് ബാക്കുവിന്. അങ്ങനെയല്ല, അങ്ങനെയാണോടാ? ഇന്ന് ഞാൻ ഇനി തൊട്ട് വരുത്തിരുന്നില്ല കേട്ടോ. ഇവന് വയറ് നിറച്ച് ഞാൻ കുത്തി നിറച്ച് കൊടുക്കൂട്ടോ. എന്നിട്ട് അവൻ പറയുന്ന നോക്ക് രണ്ടുരുളാന്ന്. രണ്ടുരുള ഇപ്പൊ തീരാനായില്ലേ? ബാക്കി നീ തിന്നില്ലേ? ഒന്നിച്ചല്ലേ നമ്മള് തിന്നുന്നല്ല, ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചിക്ക് വാരി കൊടുക്കാറ്. ആദ്യം കഴിച്ചു കൊടുക്കും, പിന്നെ ഞാൻ തിന്നു, പിന്നെ ചിക്ക് കൊടുക്കും. ഇവന് വാരി കൊടുത്താൽ കൊറേ നേരം എടുക്കണം. തന്നെ അടുത്ത് തിന്നത്തില്ല. എന്താ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, തീറ്റ കണക്ക് പറയലോ ഞാൻ. നീയാണിപ്പൊ പറഞ്ഞത് ഞാൻ എന്തിന്റെ എല്ലാം എപ്പോ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇങ്ങനെ പറയരുത്. വയ്യാണ്ട് കിടക്കുമ്പോ ആരുടെ വയ്യാണ്ട് കിടക്കുമ്പോ കുഞ്ഞിച്ചി വരും. അപ്പൊ ഞാനല്ല അല്ലേ? നീ ഏതോ ഒരു ദിവസം കണ്ട് വായിത്തന്നു. എന്റെ പൊന്നെ മനസ്സിലായില്ലേ? ഇങ്ങനെ ആക്കിട്ട് വാലാട്ട് വയ്ക്കണം. നീ ഇങ്ങനെ വരുത്തരാൻ നോക്കിയാ അങ്ങനെ അറിയോ? എനിക്കങ്ങ് പൊളിഞ്ഞു കേറും. അവന്റെ വിരളൊന്നും എന്റെ ചുണ്ട തട്ടുന്ന അവന് ഇഷ്ടമല്ല. ഞാനെങ്ങനെ വായിക്കെടുക്കുന്നത് നോക്ക്. ആനൊക്കെ എടുക്കുമ്പോ വായിൽ കുത്തി അടച്ച് എന്റെ വിരളടക്കം അവന്റെ വായി കയറും. എന്നാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ചോറ് ഇങ്ങനെ പട്ടിക്കുഞ്ഞാ ഞാന് അത് പകുതി വായിലും പകുതി ഇവിടെയും പിന്നെ പകുതി പ്ലേറ്റിലായിരിക്കും. രാവിലത്തിന് അടി ഉണ്ടാക്കല്ലേ? രാവിലത്തിന് അടി ഉണ്ടാക്കിയോണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോ തന്നെ അടി ഉണ്ടാക്കി ഞാൻ തമാശ പറഞ്ഞല്ലേ. എനിക്ക് ഫീലായി. തമാശ പറയുന്നത് ഫീൽ ആവുന്നേ. നാളെ തൊട്ട് ഞാൻ തന്നെ തിന്നാ. എനിക്ക് എന്താ പറഞ്ഞാൽ എന്താ വർക്ക് ചെയ്യാതിരിക്കോ എന്താ മാറ്റം കൊണ്ട്. മമ്മി ഇവിടെ ഇല്ല. ഭാവി ഇവിടെ വാ. പേടിച്ചിട്ട് മുട്ടു അറിയുന്നുണ്ടോ? അറിയാൻ എനിക്ക് വിറപ്പിക്കാല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പൊട്ടക്കണ്ട് ചാടാൻ തോന്നുന്നേ. ചിരിപ്പിക്കല്ലേ? നെഞ്ചത്ത് ചോറ്. തമാശ അടിക്കല്ലേ? ഞാൻ ഭയങ്കര ആവശ്യത്തിൽ നിന്നെ വരച്ച വരെ നിർത്തും ഞാൻ. പൊന്നിന് വരച്ച വരല്ലേട്ടാ നിൽക്കുന്നേ. പിന്നെ പൊന്നു കൂട്ടുകാരെ, ഞാനൊക്കെ ആയതുകൊണ്ട് ഇവന് വാരി കൊടുക്കുന്നേ. രാവിലെ ഉച്ചക്ക് വൈകുന്നേരം. അതെന്താന്നറിയ കൂട്ടുകാരെ, അകത്തിരുന്ന് വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ പപ്പ ചീത്ത പറയാം. അതോ ഇവന് ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ വന്ന് വാരി കൊടുക്കുന്ന ഒളിച്ചിരിക്കുന്ന. അല്ലോട്ട് ഞാൻ ഇവിടെ പണി ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നിരുന്ന അവിടെയാണ് ഒച്ചപ്പാട് കാരണം. അവിടെ പോയിരുന്ന് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ സ്കൈയും ഡൂഡും കൂടെ ഒച്ചപ്പാട് തുടങ്ങും. കാർച്ചയും കൂവലും കാര്യങ്ങളൊക്കെ ഒച്ചപ്പാടായി. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് എഡിറ്റിങ്ങിലാണ് കേട്ടോ. എഡിറ്റിംഗ് വർക്കിലുള്ളത്. ഇതിൽ ഒരു പ്ലേറ്റിൽ ഒരു ചോറ് പണി പോയിട്ട് ഞാൻ തിന്നിട്ടില്ല. അത് എക്സാമ്പിൾ കാണിക്കാൻ ഞാൻ ചെയ്തിരുന്നേ. ഇനി വേണോ ചോറ്? വേണ്ട. രണ്ടുപേരെ തീറ്റിക്ക് എന്തൊരു പാടാന്നറിയോ? ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം എഡിറ്റ് ചെയ്തോണ്ട് എത്ര നേരം വേണേലും വർക്ക് ചെയ്തോണ്ടിരിക്കും. കൈയാണെങ്കിൽ ചോറ് തിന്നാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി അപ്പയുടെ വീഡിയോ എടുത്തേ. അല്ല പറയാൻ പറ അപ്പനോട്. അമ്മേന്റെ വീഡിയോ എടുത്തേ. കൈയാട്ടോ വീഡിയോ എടുക്കുന്നേ. അപ്പൊ ഇതാ അപ്പൊ ഇതാ. താങ്ക് യു. വെരി ഗുഡ് ഗേൾ. ചിരിച്ചോണ്ടിരിക്കുന്നു. വെക്കു കൂട്ടില്
ബെക്കൂന് വിളിക്കുന്ന ആ ബെക്കൂന് വിളിക്കുന്ന ആ ടെറർ ബെക്കൂന് വിളിക്കുന്നതാണ് സ്കൈ. അക്കൂന്ന് ചെവി പഠിച്ച് ഇങ്ങനെ തിരുമോ പറഞ്ഞിട്ട് മോനെ അക്കു ബെക്കു ബെക്കു നല്ല ഉറക്കത്തിലാ. ഇത് ഡോൾഫിൻ നടക്കുന്നേ രണ്ട് കൈ പുറകോട്ടൊക്കെ ആയിട്ട്. എന്താ ബെക്കു ഭയങ്കര കോമഡി ആട്ടോ. ആണോ? നീ വലിയ അടി ഉണ്ടാക്കുമല്ലോ. നിനക്കൊരു വിചാരം നീ രാവിലെ വന്നിട്ട് എന്റെ കൂടെ അടി ഉണ്ടാക്കാൻ വന്ന് ഭയങ്കര റേഞ്ചാണ്. പക്ഷെ ഭയങ്കര ബോറാ. വളരെ പറയാലോ. ഞാൻ അടി ഉണ്ടാക്കാൻ വന്നല്ലോ, നീ അല്ലേ ഓരോന്നുണ്ടാക്കുന്നേ. അപ്പൊ വീട്ടുകാരെ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതെ, വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. മധുരം വെപ്പ് ഡേ ആയിരുന്നു. അതായത് ജനുവരി 12 ഫെബ്രുവരി 12 ഫെബ്രുവരി 12 2020 ഫെബ്രുവരി. ഞാൻ 2020 ജൂണിലാണ് നിന്റെ കൂടെ വന്നത്. 2021 ഫെബ്രുവരി. ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി പറയൂട്ടോ. എടി ഇയർ മാറ്റർ അല്ല, ദിവസം മാത്രല്ല. ജനുവരി 12 ആര് കല്യാണം കഴിച്ചു? ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എന്നാ? ക്രിസ്മസ് എന്നാന്നുള്ളത് 25-ാം തീയതി. ഡിസംബർ 25 അല്ലേ? ഏത് കൊല്ലം ചോദിക്കാറുണ്ടോ? എല്ലാ കൊല്ലം 25-ാം തീയതി ഡിസംബറിൽ മുന്നെയാണ് വരാറ്. ഡിസംബർ മുന്നെയാണ് വരുന്നേ? ഡിസംബറിൽ തന്നെയാണ് വരാറെന്ന്. ഏത് കൊല്ലാന്ന് ചോദിക്കാറുണ്ടോ? ഏത് വർഷമാന്ന്? അങ്ങനെ ചോദിക്കുന്ന പൊട്ടനല്ലേ? അങ്ങനെ ചോദിക്കുന്ന അപ്പൊ നീ പൊട്ടനല്ലേ? ഇപ്പൊ നീ പൊട്ട ചോദ്യം ചോദിച്ചത്. ഇങ്ങനെ ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് എന്റെ അടുത്ത് വരരുത്. രാവിലെ തന്നെ ഉള്ള കാര്യം പറഞ്ഞിട്ടാ. തിരിച്ചു കാണിച്ചൊന്നും കാര്യമില്ല. എന്തൊരു തിരിച്ചു കാണിക്കുന്നേ? തിരിച്ചു ക്ഷമിക്കും. നമ്മളെ കല്യാണം കഴിഞ്ഞ വർഷം ഓർത്തിരിക്കുക എന്നുള്ളത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ കൂട്ടുകാർ. കുറെ പേര് ഇങ്ങനെ ഫാഷനായിട്ട് പറയും എനിക്ക് ഓർമ്മയില്ല നമ്മളൊന്ന് പോയി. കൂട്ടുകാരെ 2021 ക്യൂട്ടായിട്ടോ ഒന്നുകൂടെ വിളിച്ചങ്ങനെ. അപ്പൊ കൂട്ടുകാരെ ഇല്ല വിളിക്കില്ല. അപ്പൊ നമ്മള് 2021 ഞാൻ ഇവനെ മാമോദീസ ഈ മുറ്റത്ത് വെച്ചായിരുന്നു മധുരം വെപ്പ് നടത്തിയത്. എനിക്ക് കുഞ്ഞേച്ചിയും ഇച്ചയ്ക്ക് മമ്മിയും.